രാജഗോപാൽ സാർ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ കളരിയോട് അത്രയേറെ താല്പര്യമുള്ള, കളരിയെ ജീവിതോപാസനയാക്കിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം കളരിപ്പയറ്റിൻ്റെ ഒരു പ്രത്യേക സംഗതി എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ കായികമേളയിൽ ആദ്യമായി കളരിപ്പയറ്റിൽ ഉൾപ്പെട്ട് ആദ്യ വർഷം അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ മലപ്പുറം ജില്ലാ മുൻ സെക്രട്ടറിയും സി വിശ്വനാഥൻ ഗുരുക്കൾ, അദ്ദേഹത്തിൻ്റെ ആ വഴിത്താരകളിലൂടെ വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയൊരു അംഗീകാരമാണ് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഒരു അവസരം ഉണ്ടായത്. നമ്മുടെ കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ആരാധ്യനായ മൺമറന്നു പോയ പൂന്തുറ സോമൻ എന്ന ഒരു ഒറ്റയാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച. അദ്ദേഹത്തിനൊക്കെ ഈ സമയത്ത് സ്മരിക്കുകയാണ്. നമ്മൾ അധികം കളരിപ്പയറ്റിലേക്ക് പറഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ പ്രബോധ് സാർ, അദ്ദേഹത്തിനെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ DVSനെ വിളിക്കില്ലേ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആളെ കിട്ടുമോ കിട്ടില്ല എന്നൊരു സംശയം. ഒരു 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഉറപ്പ് നൽകി ഞാൻ ഈ പരിപാടിക്ക് വരും. അത് അതേപോലെ ഇവിടെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അത് പറ്റുന്ന ഒരുപാട് നന്ദി. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മനുഷ്യത്വപരമായ കാരുണ്യം വർഷിക്കുന്ന ഒരു സ്നേഹവും കരുണയും ഒക്കെ കുട്ടികളിൽ ഉണർത്തുന്ന ഒരു മലിനീയകരയായ കളരിപ്പയറ്റിന് അതിൻ്റെ തനത് സാധ്യതകൾ മുൻനിർത്തി എല്ലാ വിദ്യാർത്ഥികളും ഭംഗിയായി കളരി അഭ്യസിക്കുകയും അതോടുകൂടി സ്വഭാവവൽക്കരണം കൂടി അതിലേക്ക് ഭാഗപ്പെടുത്തി കളരിയെ മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് ശ്രീ പ്രബോധ് സാറിനെ ഹാർദവമായി ക്ഷണിക്കുകയാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ നീ നല്ല മനുഷ്യനാവ് എന്ന് പല മഹാന്മാരും പറഞ്ഞതുപോലെ അതിനുള്ള സമയം എവിടെയാണ്? തീർച്ചയായിട്ടും മനുഷ്യന് ആത്യന്തികമായി ചെറിയൊരു കാര്യലാഭം കാണുന്ന ആളാണ്. തീർച്ചയായിട്ടും ഇതൊരു സ്കൂളിൽ ഒരു മത്സര ഇനമായിട്ടും ഒരു ജീവിത ഉപാധിയായിട്ടൊക്കെ ഇപ്പോൾ നമുക്ക് കാണാവുന്നതും അതിന് മുമ്പുള്ള പല ഗുരുക്കന്മാരും പല ആളുകളും ഇത് ഉപാസന അല്ലെങ്കിൽ ജീവിതം ചെയ്യാനുള്ള ഒരവസരമാണ്. ഏറ്റവും ബഹുമാന്യ ഈ വേദിയുടെ അധ്യക്ഷൻ സുബുലാൽ, ഈ കളരിപ്പയറിൻ്റെ മുഖ്യ സംഭാവനകൾ എനിക്ക് അവാർഡ് സമർപ്പിക്കാനാണ്. എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് പൂന്തുറ സോമൻ സാർ എന്ന വ്യക്തി. ഞങ്ങൾ പറയുന്നത് അസോസിയേഷനാണ് കളരിപ്പയറ്റിൻ്റെ അതികായകൻ. ആ വാക്കാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ളത്, ചർച്ചയുള്ളത്. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് അവസാന കാലഘട്ടങ്ങളിൽ പോലും തൻ്റെ ശരീരത്തെ ഒട്ടും ഗവനിക്കാതെ സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വർഷം മുതൽ തന്നെ
പ്രത്യേകിച്ച് സ്കൂൾ ഗെയിംസിന്റെ അവസാന നിമിഷമാണ് കടന്നിപ്പയറ്റ് എന്ന സ്പോർട്സ് ഇനത്തെ കേരള സർക്കാർ സ്കൂൾ കായിക ഇനത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതിനായി നമുക്ക് കേരള സർക്കാരിനോടും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സ്പോർട്സ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്ക് നമ്മുടെ കേരള കളിപ്പറ്റ് അസോസിയേഷനെ നന്ദി ഈ വേളയിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടുകൂടി തന്നെ കളരിപ്പയറ്റ് ഒരു ലഹരിയായി എടുക്കണമെന്നാണ് എനിക്ക് നമ്മുടെ പുതുതലമുറയോട് പറയാനുള്ളത്. ഈ കാലഘട്ടം ശ്രദ്ധിക്കുക, സീനിയർ ബോയ്സ് മെയിൽപ്പയറ്റ് ഫൈനൽ മത്സരത്തിന് ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത നമ്പറുകൾ മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് മത്സരം ആരംഭിക്കുന്നു. നമ്പർ 755, 758, 760, 762, 767, 771, 772, 776